കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2024 ശ്രദ്ധേയമായി. ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കസ്റ്റമറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സംഘടന കച്ചവടക്കാരന്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ആണ്. അവർക്ക് എത്രയും കാലം നമ്മുടെ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു സമ്മാനം കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടത്തിൽ നിന്നുള്ള ഒരു വിഹിതം മാറ്റിവെച്ച് 1 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ ഇത്ര ഫെസ്റ്റിവൽ വെച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ കാടാമ്പുഴയിലും ഇന്ന് ഇത് തുടക്കം കുറിക്കുന്നത്. 2024 എന്ന പേരിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കം കൊടുക്കുകയാണ്. കാടാമ്പുഴയെ സംബന്ധിച്ചിടത്തോളം 2018 നല്ലൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ നടത്തി വിജയിപ്പിച്ചതാണ്. അതിനുപരി നല്ല രീതിയിലൊരു ഷോപ്പിംഗ് ഫെസ്റ്റ് ഇപ്പോഴത്തെ കച്ചവട സാധ്യതകൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാടാമ്പുഴയിലെ കച്ചവടക്കാർക്ക് പുതിയ ഉണർവ് നൽകിക്കൊണ്ട് കാടാമ്പുഴയിലെ സാധാരണക്കാരും ഇവിടുത്തെ ഈ കാടാമ്പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾക്കും വേണ്ടി കാടാമ്പുഴയിലെ ടൗണിലെ കച്ചവടക്കാർക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2024 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. പി ബഷീർ കാടാമ്പുഴ അധ്യക്ഷത വഹിച്ചു. കാടാമ്പുഴയുടെ വ്യാപാര മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ടൗണിലെത്തി സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക്
ധാരാളം സമ്മാനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 100 പതിറ്റാണ്ടിലേറെ കാലമായി സമാനതകളില്ലാത്ത രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് നല്ല അംഗീകാരം നേടിക്കൊണ്ടാണ് കാടാമ്പുഴ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. വർഷത്തിൽ 3 ലക്ഷം രൂപയോളം ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ അവസരം അനുഭവിക്കുന്ന ആളുകൾക്കുമൊക്കെ സഹായം നൽകി പോരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സംഘടനയെ സമീപിക്കുകയാണെങ്കിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ എന്നും സംഘടന മുന്നിൽ നിന്നിട്ടുണ്ട്. KP ജമാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു. കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ നിർവഹിച്ചു. വ്യാപാരികളെ ഉണർത്ത് എണീപ്പിക്കാനുള്ള ഒരു പുതിയ സംരംഭമാണ്. കാരണം കോവിഡ് കാലഘട്ടത്തിൽ പുളിക്കൽ ഷഹീൻ കൂപ്പൺ ഏറ്റുവാങ്ങി. ടി നസീറുദ്ദീൻ സാഹിബ് സ്മാരക അവാർഡ് നേടിയ കുഞ്ഞാവു ഹാജിയെ അൽദാൻ ഗ്രൂപ്പ് MD തൈൽ സിദ്ദീഖ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാടാമ്പുഴ ഭഗവതി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP കുഞ്ഞുമുഹമ്മദ്, KVVES ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ്, KVVES മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷാജഹാൻ മണി, KVVES കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൌലി മുഹമ്മദ്, മാറാക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിമിഷ പ്രദീപ്, PP മൊയ്തീൻകുട്ടി, PP കുഞ്ഞിമൊയ്തു ഹാജി, മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ, പുളിക്കൽ കുഞ്ഞാവ ഹാജി, KP രമേശ്, PP പ്രദീപ് കുമാർ, KC കുഞ്ഞുട്ടി, ചോഴിമടത്തിൽ ഹംസ, നീലിമ വേലായുധൻ, കാടാമ്പുഴ മോഹനൻ, AP മമ്മുണ്ണി, ഷമീർ PKM, അബൂബക്കർ മെട്രോ, നൌഫൽ തനിമ, ഷെരീഫ് ഹൈലൈറ്റ്, റഹീം കേരള, കുട്ടിപ്പ സഫ എന്നിവർ സംസാരിച്ചു. വമ്പിച്ച ഘോഷയാത്രയും കരിമരുന്ന് പ്രയോഗവും ഗാനമേളയും കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഗംഭീരമാക്കി. 1ാം സമ്മാനം അൽദാൻ ഗ്രൂപ്പ് നൽകുന്ന സ്കൂട്ടിയും, 2ാം സമ്മാനം പുളിക്കൽ ട്രേഡേഴ്സ് നൽകുന്ന 1 പവൻ ഗോൾഡും, 3ാം സമ്മാനം മെട്രോ ട്രേഡേഴ്സ് നൽകുന്ന AC-യും, 4ാം സമ്മാനം കബനി ബാർ സോപ്പ് കമ്പനി നൽകുന്ന ഫ്രിഡ്ജും, 5ാം സമ്മാനം വിപവർ നൽകുന്ന ഇൻവെർട്ടറും ബാറ്ററിയും, 6ാം സമ്മാനം ഹൈലൈറ്റ് ഇലക്ട്രിക്കൽസ് നൽകുന്ന മൊബൈൽ ഫോണും ഉൾപ്പെടെ നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.